ഹലോ ഓൾ വെൽക്കം ടു പെപ്പ്. നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ ബ്രാഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന പോസിറ്റീവ് സൈക്കോളജി. അപ്പോൾ നിങ്ങൾ അധിക പേരും പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പോകും പഠിക്കാം. പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് വെൽബീയിങ് അല്ലെങ്കിൽ മെൻ്റൽ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ടു ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ലൈഫ് കോച്ചുകളൊക്കെ ഒരുപാട് വരുന്നില്ലേ. അപ്പോൾ അവരൊക്കെ മിക്കവാറും യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജി ഉള്ള സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം പോസിറ്റീവ് സൈക്കോളജിനെ കുറിച്ച്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സായിട്ടൊന്നും അല്ല, പക്ഷേ ഇതൊരു കൈൻഡ് ഓഫ് ഇത് തന്നെയാണ്, അതായത് ജോണർ പോലെ തന്നെയാണ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പേപ്പർ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് സൈക്കോളജി ആയിരിക്കും. ഇതിപ്പോൾ ഒരു മൊഡ്യൂൾ ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി പറയുന്ന ഒരു പേപ്പർ ആയിട്ടുണ്ടാവും എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ഡിസിപ്ലിൻ യു ടേക്ക്. നിങ്ങൾ ഏത് ഇതിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ നോക്കിയാലും പോസിറ്റീവ് സൈക്കോളജി ഒക്കെ ഒരു ജനറൽ പേപ്പർ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. A branch of psychology focused on the character, strength and behaviors that allow individuals to build a life of meaning and purpose to move beyond surviving to flourishing. ഇതാണെന്ത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു പേഴ്സണിൻ്റെ ക്യാരക്ടർ സ്ട്രെങ്ത്തിനെയും ബിഹേവിയറിനെയാണെന്ത് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഈ ക്യാരക്ടർ സ്ട്രെങ്ത്തും ബിഹേവിയറും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലിന് എന്താണ് ഒരു ലൈഫ് ബിൽഡ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ലൈഫിന് എന്താണ് ഒരു മീനിങ് കൊടുക്കാനും അറ്റ് ദ സെയിം ടൈം ഒരു പർപ്പസ് കൊടുക്കാനും അറ്റ് ദ സെയിം ടൈം എന്താണ് ഒരു നമ്മൾ വെറുതെ ഒരു എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു സർവൈവ് ചെയ്യുക എന്നതിലുൾപ്പെടെ നമ്മുടെ ലൈഫിനെ മാക്സിമം മീനിങ് ഫുൾ ആക്കാനും ഫ്ലറിഷിങ് ആക്കാനും സാറ്റിസ്ഫയബിൾ ആക്കാനും എന്താണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിനെ വെറും ഒരു മിയർ എക്സിസ്റ്റൻസ് മാത്രമായി കാണാതെ അതിനൊരു മീനിങ്ങും പർപ്പസും കൊടുക്കാനുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വെൽബീയിങ്ങും നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങും ഓവറോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ വരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണെന്ത് മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് സൈക്കോളജീൻ്റെ സ്ട്രാറ്റജീസ് ആണ് അതിൽ പല സ്ഥലത്തും ഉപയോഗിച്ച് കാണാറുള്ളത്. അപ്പോൾ ഒരുപാട് നോക്കാനുണ്ട്, ഇതിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട് നമുക്ക് പറയാൻ. സ്റ്റാർട്ട് ചെയ്യാം. ഈ സൈക്കോളജി മൊത്തം നോക്കുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജി നോക്കിയാലും കമ്മ്യൂണിറ്റി സൈക്കോളജി നോക്കിയാലും മീഡിയ നോക്കിയാലും എല്ലാത്തിനും നമ്മൾ കാണുമ്പോൾ എല്ലാം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമൊന്നല്ല പറയുക. അഡ്വാൻറ്റേജസും നമ്മൾ കാണും, ഡിസഡ്വാൻറ്റേജസും കാണും. പക്ഷേ സൈക്കോളജിയുടെ പോസിറ്റീവ് ആസ്പെക്റ്റുകൾ മാത്രം നോക്കുന്ന ഒരു ഫീൽഡാണെന്ത് പോസിറ്റീവ് സൈക്കോളജി അറിയുന്നത്. അതായത് ഇറ്റ്സ് ലൈക്ക് എ ഹാപ്പി സൈഡ് ഓഫ് സൈക്കോളജി. നമുക്കിങ്ങനെ ഡിപ്രസിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളോ ഡിസ്ട്രസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയുക പോസിറ്റീവ് സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രോബ്ലംസ് ഫിക്സ് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്താണ് നമ്മുടെ ജീവിതത്തിനെ അടിപൊളിയാക്കാൻ, നമ്മളെ ജീവിതത്തിനെ വെൽ ബാലൻസ്ഡ് ആക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ എൻഹാൻസ് ചെയ്യാൻ, എക്സ്പീരിയൻസുകൾ എൻഹാൻസ് ചെയ്യാൻ പല കാര്യങ്ങളെയും പഠിക്കുക. എന്നിട്ട് ജീവിതത്തിനെ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുക. അതിനെ പഠിക്കുന്ന ഒരു മേഖല കൂടിയാണെന്ത് പോസിറ്റീവ് സൈക്കോളജി. ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും നന്നാക്കുക എന്ന് മാത്രമല്ല, പകരം എന്താണ് ലൈഫിനെ മീനിങ് ഫുൾ ആക്കാനുള്ള മെത്തേഡ്സ് കൂടി ഇവിടെ നോക്കും. അപ്പോൾ ഒരാളുടെ ഹാപ്പിനെസ് കൂട്ടുക, അയാളുടെ സ്ട്രെങ്ത്തുകൾ കൂട്ടുക, ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ഗുഡ് സ്റ്റഫുകളെയും എന്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് സൈക്കോളജിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് കമ്പണൻസ് ഉണ്ട്. ഓരോ കമ്പണൻസ് എന്താണ് ഓരോ ആളുകളുടെ വെൽബീയിങ്ങിനെയും പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെയാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പോസിറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് ഇമോഷൻസ് പറഞ്ഞാൽ പോസിറ്റീവ് ഫീലിങ്സിനെ മനസ്സിലാക്കുകയും അതിനെ കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. അതായത് എന്തൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരാളോട് നമുക്ക് നന്ദി തോന്നുക, ജോയ് ഭയങ്കര സന്തോഷം, കണ്ടൻമെൻറ്റ് ഉള്ളിൽ തന്നെ ഒരു സമാധാനം, അതായത് നമ്മളിൽ തന്നെ കണ്ടൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും കൾട്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എൻഗേജ്മെൻറ്റ് എന്നാൽ നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഒരു എന്താണ് ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഫുൾഫിൽമെൻറ്റ് തരുന്ന ആക്ടിവിറ്റീസും എക്സ്പീരിയൻസുകളിലും ഒക്കെ എന്താണ് കണ്ടുപിടിക്കുകയും അതിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ, അതായത് ഒരു നല്ലൊരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ
എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? പോസിറ്റീവ് ആൻഡ് മീനിങ് ഫുൾ കണക്ഷൻസ് ഉണ്ടാക്കുക. നമ്മുടെ റിലേഷൻസ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ റിലേഷനും നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തിന് നല്ലതായിരിക്കണമെന്നില്ല. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? പോസിറ്റീവ് ആൻഡ് മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുകയും അതുണ്ടാക്കുന്ന വഴി എന്താണ്? ഓവറോൾ വെൽബീങ് നന്നാവുകയും ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്? ഒരാളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസിന് ഒരു മീനിങ് കാണുകയും എന്താണ്, ഞാൻ എന്നൊരു വ്യക്തിക്ക് പകരം അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു കാര്യത്തിന് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുക. അതായത് ഗിവിങ് കോൺട്രിബ്യൂഷൻ ടു സംതിങ് ലാർജർ ദാൻ മൈസെൽഫ്. അതാണ് മീനിങ് ആൻഡ് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്? പേഴ്സണൽ അക്കംപ്ലിഷ്മെന്റുകളും സക്സസ്സുകളും ഒരുപാടുണ്ടാവും. ഇതിനെയൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ഇതിനെയൊക്കെ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുക. അതായത് ലൈഫിലെ സ്മോൾ വിൻസിന് എന്താണ് നല്ല രീതിയിൽ നമ്മൾ എന്താണ് അക്നോളജ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ്? ഓരോ ആളുകൾക്കും പേഴ്സണൽ സ്ട്രെങ്ത്തും വിർച്യൂസും ഉണ്ടാവും. ഇതിനെ മനസ്സിലാക്കുകയും ഇതിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക. ഇതിനെ മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് എന്ത് ലൈഫ് എൻഹാൻസ് ചെയ്യാനും ഗോൾസ് അച്ചീവ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെന്താണ്? നമുക്ക് ഒരുപാട് ചാലഞ്ചസുകൾ ഉണ്ടാവും ജീവിതത്തിൽ, ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങൾ വരുമ്പം അതിൽ നിന്ന് തിരിച്ചു വരാൻ അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ എൻ്റെ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുക. അതൊരു പോസിറ്റീവ് മൈൻഡിലൂടെ ഈ ഒരു ടൈമും കടന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഒബ്സ്റ്റക്കിൾസിനെ ത്രൈവ് ചെയ്യുക, അതിൽ നിന്നിട്ട് ത്രൈവ് ചെയ്യുക. അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് നമ്മൾ വിചാരിക്കുക എന്ത് നല്ലൊരു കാര്യം വരും. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഹോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തൊക്കെ സംഭവിച്ചാലും നല്ലത് വരും എന്നുള്ളൊരു ഹോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഈവൻ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്. പിന്നെ ഉള്ളത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും. അപ്പം ചീത്ത കാര്യങ്ങൾ അങ്ങനെ എണ്ണി എണ്ണി പറയാതെ പകരം എന്താണ് നല്ല കാര്യങ്ങൾ എന്താണോ നടക്കുന്നത് അതിനെ അക്നോളജ് ചെയ്യാനും അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും ജീവിതത്തിൽ എത്ര മോശ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും നോക്കുക. പിന്നെയുള്ള എന്താണ്? നമ്മൾ എന്തൊരു കാര്യത്തിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൽ കംപ്ലീറ്റ്ലി ഫുള്ളി പ്രസന്റ് ആവാനും എൻഗേജ്ഡ് ആവാനും നോക്കുക. അതായത് നമ്മുടെ മൈൻഡ് ഫുള്ളി അതിൽ ഫോക്കസ്ഡ് ആവാനും ആ ഒരു കറന്റ് മൊമെന്റിനെ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാനും നോക്കുക. ഓക്കെ. അങ്ങനെ ഒരു എൻജോയ്മെന്റ് കിട്ടുമ്പോഴാണ് എന്ത് നമുക്കൊരു സെൻസ് ഓഫ് അവയർനെസ് കിട്ടുകയും നമ്മൾ ഭയങ്കര കാം ആവുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ കംപ്ലീറ്റ് കോമ്പണൻസ് എന്താണ് പോസിറ്റീവ് സൈക്കോളജിന്റെ ഗോൾസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. അത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഓവറോൾ വെൽബീങ്, ലൈഫിന്റെ സാറ്റിസ്ഫാക്ഷൻ, പിന്നെന്താണ് ഹ്യൂമൻ എക്സ്പീരിയൻസിലെ പോസിറ്റീവ് ആസ്പെക്റ്റുകളൊക്കെ എന്താണ് ഇതിൽ കവറായിട്ട് പോകും. പിന്നുള്ളത് അസംഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി. പോസിറ്റീവ് സൈക്കോളജിന്റെ അസംഷനുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സൈക്കോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാപ്പി സൈഡ് ഓഫ് ലൈഫാണ് കാണാമെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ സ്ട്രെങ്ത്തിലായിരിക്കും എന്ത് ഫോക്കസ് ചെയ്യുക. ഒരു പേഴ്സന്റെ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കുകയും അതിനെ യൂട്ടിലൈസ് ചെയ്യാനുമാണ് അവർ നോക്കുക. അല്ലാതെ നമ്മുടെ വീക്ക്നെസ്സിൽ അവരെന്താണ് ഫോക്കസ് കൊടുക്കില്ല. ഓക്കെ. ഇൻഡിവിജ്വൽസിന്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക. അതിൽ വിശ്വസിച്ചിട്ട് ഒരു പെസിമിസ്റ്റിക് നേച്ചർ ഉണ്ടാക്കുന്നതിന് പകരം ഒപ്റ്റിമിസം കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുക, ഈവൻ ഇൻ ചലഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. പിന്നെന്താണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പേഴ്സണൽ പെർസെപ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇൻഡിവിജ്വൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇവന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കാതെ സ്വന്തമായിട്ട് ഞാൻ എങ്ങനെ ഈ സിറ്റുവേഷനെ കാണുന്നു, ഞാൻ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും, ഞാൻ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയെടുത്തത്, ഞാൻ എങ്ങനെ ഇതിനെ നേരിടും, അതായത് ഞാൻ എന്ന ഹ്യൂമൻ ബീങ് എങ്ങനെ ഈ സിറ്റുവേഷനെ കാണുന്നു എന്നുള്ളതിനാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിൽ കൂടുതൽ. ഓക്കെ. ഇവിടെ പോസിറ്റീവ് ഇമോഷൻസ്, പിന്നെന്താണ് റിലേഷൻഷിപ്സ്, മീനിങ്, അക്കംപ്ലിഷ്മെന്റുകൾ, ഇതെല്ലാം എന്താണ് വെൽബീങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെന്താണ് അറ്റ് ദ സെയിം ടൈം റിഗറസ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സുകൾ വേണ്ട കാര്യമാണ് എന്ത് പോസിറ്റീവ് സൈക്കോളജിക്കൽ ഫിനോമിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ. ഓക്കെ. നമ്മൾക്ക് എപ്പോഴും എല്ലാത്തിലും സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ച് മെക്കാനിസം വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ കിട്ടുള്ളൂ. ഓക്കെ.
ഒരു ഹ്യൂമൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സെൽഫ് ഇംപ്രൂവ്മെന്റിനും ഒക്കെ. അപ്പം അത് മനസ്സിലാക്കിപ്പിക്കാൻ പോസിറ്റീവ് സൈക്കോളജി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്താൽ എന്താണ്, കൾച്ചറൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ കൾച്ചർ എന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ കൾച്ചറും എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ കൾച്ചറിലും എന്തൊക്കെയാണ് ആപ്റ്റ് ആവുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കൾച്ചറിനെ നോക്കിയിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസുകളൊക്കെ നോക്കിയിട്ടായിരിക്കണം എന്ത് വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും. മെന്റൽ ഹെൽത്തിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടുത്തെ ഗോൾ. ക്ലിനിക്കൽ സൈക്കോളജിയിലെ ഗോൾ എന്ന് പറയുന്നത് അതായിരിക്കും. പക്ഷെ മെന്റൽ ഹെൽത്തിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതല്ല ഈ പോസിറ്റീവ് സൈക്കോളജിയിലെ ഗോള്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ്, പോസിറ്റീവ് ആക്സെപ്റ്റ് ഓഫ് മെന്റൽ ഹെൽത്തുകൾ പലതുണ്ട്. ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത്. ഇവിടെ രോഗമില്ലായ്മയല്ല അല്ലെങ്കിൽ രോഗമില്ലാതാക്കല്ല ചെയ്യുക, ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റുകളെയും പോസിറ്റീവായിട്ട് കാണാൻ എന്തുണ്ട് ഇവർ നോക്കുക. ക്ലിനിക്കൽ സൈക്കോളജിയിൽ രോഗമില്ലാതാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ പോസിറ്റീവ് സൈക്കോളജിയിൽ രോഗമില്ലാതാക്കുന്നതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരില്ല. ഇവിടെ പല പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടത്തണം, എന്നാലേ അത് റെഡി ആവുള്ളൂ. അറ്റ് ദ സെയിം ടൈം എന്താണ്, പല ആളുകളും ജീവിച്ച് പോവുക എന്നുള്ളൊരു കാര്യം നോക്കുന്നുള്ളൂ. എങ്ങനെയെങ്കിലൊക്കെ ജീവിതം ഇങ്ങനെ പോകണം എന്നുള്ളത് നോക്കുള്ളൂ. പക്ഷെ ജീവിതത്തിൽ ലൈഫ് സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും വളരെ വാലിഡ് ആണെന്നുള്ളതൊന്നും, അത് ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ആണെന്നുള്ളതൊന്നും മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് വെൽബീയിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ ശാരീരികമായിട്ട് എന്താണ് ആൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമ്മൾ തന്നെ പറയാറില്ലേ എന്ത്, നമ്മുടെ എത്ര എഡ്യൂക്കേറ്റഡ് ആവുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പണം ഇല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടും. പക്ഷെ നിങ്ങൾക്ക് ഹെൽത്ത് ഇല്ലാതാവുമ്പോൾ എന്താണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പലരും പറയുന്നത് അല്ലേ. ഞാൻ പറഞ്ഞ തോട്ട് ചിലപ്പോൾ തെറ്റായിരിക്കും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. അപ്പോൾ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം, മെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് വെല്ലായിരിക്കണം. ഇത് മൂന്നും നല്ല രീതിയിൽ നടന്നാലാണ് എന്ത് നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക. പിന്നുള്ളത് ഗോൾസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജിയാണ്. വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക, പോസിറ്റീവ് ഇമോഷൻസ് പ്രൊമോട്ട് ചെയ്യുക, എൻഗേജ്മെൻറ്റ് ഇൻ ഗുഡ് റിലേഷൻഷിപ്സ്, ഒരു ലൈഫിനൊരു മീനിങ് ഫുൾ അപ്രോച്ച് ഉണ്ടാക്കുക, അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഗോൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഒരു പേഴ്സണിൻ്റെ സ്ട്രെങ്ത്തുകൾ എന്താണോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമാണ് എന്ത് അവർക്ക് ഒരു ഗോൾസ് ഉണ്ടാക്കാനും അതിൽ ത്രൈവ് ചെയ്യാനും ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ എത്താനും പറ്റുള്ളൂ. ഓക്കെ. പിന്നെ പോസിറ്റീവ് ഇമോഷൻസിനെ നല്ല രീതിയിൽ പഠിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് എന്ത് നമ്മുടെ ലൈഫിനൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെന്താണ്, അതായത് ഇപ്പോൾ അഡ്വേഴ്സ് ആയിട്ടുള്ള ചാലഞ്ചസുകളൊക്കെ വരുമ്പം അതിൽ നിന്നിട്ട് ബൗൺസ് ബാക്ക് ചെയ്യാൻ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതും പോസിറ്റീവ് സൈക്കോളജിൻ്റെ ഒരു വലിയ കാര്യമാണ്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. കാരണം അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ എന്താണ് സോഷ്യൽ വെൽബീയിങ്ങിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. എൻകറേജിങ് മൈൻഡ്ഫുൾനെസ്, ബീയിങ് പ്രസൻറ്റ് ഇൻ ദ മൊമെൻറ്റ് അല്ലെങ്കിൽ കറൻറ്റ് മൊമെൻറ്റിൽ കംപ്ലീറ്റ്ലി പ്രസൻറ്റ് ആവുക എന്നുള്ളത് ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളതും വലിയ കാര്യമാണ്. അപ്പോൾ ബീയിങ് പ്രസൻറ്റ് ഇൻ ദ മൊമെൻറ്റ് എന്നുള്ളതൊന്നും ഇതിൽ കാണുന്നുണ്ട്. അടുത്തത് പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുക. അതായത് ലൈഫിൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാനല്ല, ആസ് എ പേഴ്സൺ വെറുതെ ജീവിച്ച് പോകുന്നതിന് പകരം പേഴ്സണൽ ഗ്രോത്തും സെൽഫ് ഇംപ്രൂവ്മെൻറ്റും എന്താണ് ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ടാവുക എന്നുള്ളതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താണ്, പോസിറ്റീവ് സൈക്കോളജിൻ്റെ പല ആസ്പെക്റ്റുകളുണ്ട്, പ്രിൻസിപ്പിൾസുകളുണ്ട്. ഇത് ഓർഗനൈസേഷൻസിൽ, സ്കൂൾസിൽ, കമ്മ്യൂണിറ്റീസിലൊക്കെ എന്താണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആളുകളുടെ വെൽബീയിങ് നന്നാവും, പോസിറ്റീവ് ഇൻട്രാക്ഷൻസ് കൂടും. അത് ഓവറോൾ എന്താണ് മെൻ്റൽ ഹെൽത്തിന് വളരെ നന്നാവും. നമ്മൾ തന്നെ ചില കമ്മ്യൂണിറ്റീസിലൊക്കെ എത്തുമ്പോൾ നമ്മൾ പറയാറില്ലേ നല്ല മനുഷ്യനാണ്, നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നു. ഓക്കെ, അത് ആസ് ആൻ ഓവറോൾ, ചിലപ്പോൾ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അതിൽ മോശമായിട്ടില്ല, ബട്ട് ആസ് ആൻ ഓവറോൾ എന്താണ് സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഫാമിലീസ് ഒക്കെ നിൽക്കുന്ന എൻവയോൺമെൻറ്റ്സ് ആയിരിക്കും എന്ത് കുറച്ചുകൂടി നമ്മുടെ പാരൻസ് ഒക്കെ പറയുന്നത് ഫാമിലീസ് ഒക്കെ നിൽക്കുന്ന ഒരു ചുറ്റുപാടാണെന്ന് അല്ലേ. അതെന്തുകൊണ്ടാണ്, കാരണം ഫാമിലീസ് ഒക്കെ നിൽക്കുന്ന സമയത്താവുമ്പോൾ പാരൻസിന് തന്നെ എന്തായിരിക്കും അതൊരു കുറച്ചുകൂടി ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിട്ടാണ് തോന്നുക. കുട്ടികളും വീട്ടുകാരും ഒക്കെ ഉണ്ടാകുമ്പം നമ്മൾ കുറച്ചുകൂടി അതൊരു പോസിറ്റീവ് ഇതായിട്ടാണ് എന്ത് പോസിറ്റിവിറ്റി ആയിട്ടാണ് അത് കണക്ട് ചെയ്യുക.
ഓക്കെ. പിന്നെ അഡ്വാൻസിങ് സയൻറ്റിഫിക് നോളജ്, അതായത് സയൻറ്റിഫിക് റിസർച്ചുകൾ കൃത്യമായിട്ട് നടത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കിട്ടുക. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പലതും ഉണ്ടാവും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പോസിറ്റീവ് സൈക്കോളജീൻ്റെ പല അപ്രോച്ചസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നുള്ളത് കൾച്ചറൽ സെൻസിറ്റിവിറ്റി. ഓരോ കൾച്ചറിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാൻ. ഓക്കെ, ഇതൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജീൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇനി ഇതിൻ്റെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ആസ്പെക്റ്റുകളുണ്ട്. കുറച്ച് വലിയ ടോപ്പിക്കാണ് പോസിറ്റീവ് സൈക്കോളജി. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പറയാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.